കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകരെ കുറിച്ച് പറയുമ്പോഴും ആ താരങ്ങളെ കുറിച്ച് പറയുമ്പോഴും ഒക്കെ ആരാധകർക്ക് വളരെ വലിയ സ്നേഹമാണ്. പക്ഷേ ബ്ലാസ്റ്റേഴ്സിന്റെ തലപ്പത്തിരിക്കുന്ന മേധാവിമാരെ കുറിച്ചും ഡയറക്ടേഴ്സിനെ കുറിച്ചും പറയുമ്പോൾ നമുക്ക് അത്യാവശ്യം വെറുപ്പൊക്കെ തോന്നാറുണ്ട്. അഭിക് ചാറ്റർജി ആ ഒരു വെറുപ്പ് മാറ്റി നല്ല ബന്ധം ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. നേരത്തെ നിഖിൽ കുറെ നോക്കി പരാജയപ്പെട്ടെടുത്താണ്. നിഖിൽ നല്ല മനോഹരമായിട്ടുള്ള എസ്സേകൾ എഴുതുമായിരുന്നു. അഭിക്ക് വന്നതിന് ശേഷം എസ്സേ റൈറ്റിങ്ങിന്റെ കാര്യത്തിൽ കാര്യമായ മാറ്റമൊന്നുമില്ല. പക്ഷേ ഈ ഒരു സീസണിലെ സൈനിങ്ങിന്റെ കാര്യത്തിലൊക്കെ നമുക്ക് കുറച്ച് സന്തോഷമുണ്ട് എങ്കിൽ പോലും ചില ഡിസിഷൻസിൽ പുള്ളിയുടെ എതിർപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പുള്ളി കുറേ കാര്യങ്ങൾ ഓപ്പണായിട്ട് പറഞ്ഞിട്ടുണ്ട്. സൂപ്പർ കപ്പ് പോലെയുള്ള ടൂർണമെൻറ്റിൽ പങ്കെടുക്കാതിരുന്നതിൻ്റെ കാര്യവും ഡ്യൂറൻ്റ് കപ്പ് പോലെയുള്ള ടൂർണമെൻറ്റുകളിൽ പങ്കെടുക്കാതിരുന്നതിൻ്റെ കാര്യവും ബ്ലാസ്റ്റേഴ്സിൻ്റെ സാമ്പത്തിക നഷ്ടത്തിനെ കുറിച്ചൊക്കെയാണ് പുള്ളി പറയുന്നത്. പുള്ളി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സ് അത്ര ലാഭത്തിലൊന്നും അല്ല ഓടിക്കൊണ്ടിരിക്കുന്നത്, നഷ്ടത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ക്ലബ്ബാണ്. 275 കോടി രൂപ ബ്ലാസ്റ്റേഴ്സിന് നഷ്ടമുണ്ട്. അതുപോലെ നമുക്ക് പുതിയൊരു സ്റ്റേഡിയം നിർമ്മിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതിന് തന്നെ 250 കോടിയിലധികം രൂപ ആവശ്യമുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ക്ലബിൻ്റെ ആകെയുള്ള മൊത്തത്തിലുള്ള നഷ്ടം ഏകദേശം 270 കോടിയോളം വരും എന്നൊക്കെയാണ് പുള്ളി പറയുന്നത്. അതിനകത്ത് തെറ്റൊന്നും പറയുന്നില്ല. നഷ്ടമൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ മറ്റു ന്യൂബി ക്ലബ്ബുകളെ അപേക്ഷിച്ച് നോക്കുമ്പം ബ്ലാസ്റ്റേഴ്സിൻ്റെ നഷ്ടം ചെറുതാണ്. കുറേ അധികം പൈസ ഇതിനെക്കാട്ടിൽ ഇറക്കുന്ന ക്ലബ്ബുകളുണ്ട്. പക്ഷേ അവർക്ക് ആ വരുമാനം കണ്ടെത്താനുള്ള മാർഗ്ഗങ്ങളുണ്ട്. പക്ഷേ ബ്ലാസ്റ്റേഴ്സിൻ്റെ സൈഡിൽ നിന്ന് അനുഭവിക്കുമ്പം ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്നും ഈ പ്രഹസനമല്ലാതെ കാര്യമായിട്ടുള്ള സപ്പോർട്ടൊന്നും ഗവൺമെൻറ് സൈഡിൽ നിന്ന് കിട്ടുന്നില്ല എന്നുള്ളത് സത്യമാണ്. പിന്നെ ഫുട്ബോൾ നടത്തും, മെസ്സിയെ കൊണ്ടുവരും, മലപ്പുറത്തെ മറക്കാനാക്കും എന്നൊക്കെ തള്ളാനല്ലാതെ ഇവിടുത്തെ ഫുട്ബോളിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ടോ സ്പോർട്സിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടോ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. പിന്നെ എൻ്റർടൈൻമെൻറ്റ് ടാക്സ് പോലുള്ള സാധനങ്ങൾ ഒഴിവാക്കി കൊടുക്കുന്നില്ല. അങ്ങനെ കുറേയധികം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, ഇല്ലെന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷേ അവർക്കിതൊക്കെ മറികടന്നുകൊണ്ട് കുറേ കാര്യങ്ങൾ ശ്രമിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഇതിൻ്റെ സ്റ്റേക്ക് എടുക്കാൻ മറ്റു കുറേ ആളുകൾ നിൽക്കുന്ന സാഹചര്യത്തിൽ ഇവരിതിനെ ഒരു ബിസിനസ്സായിട്ടാണ് കാണുന്നത് എന്നുള്ളത് വേറെ കാര്യം. അല്ലെങ്കിൽ ഇവരെ കൊണ്ട് ഇത് മര്യാദയ്ക്ക് റൺ ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ മറ്റൊരു ടീമിന് കൊടുക്കുന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രൈഡിൻ്റെ ഭാഗമായിട്ടല്ലേ ഈ ക്ലബ്ബ് കൊണ്ട് നടക്കുന്നത്. ഒരു പ്യുവർ ബിസിനസ് തന്നെയാണ്. ആഫ്റ്റർ ഓൾ എൻഡ് ഓഫ് ദി ഡേ എല്ലാം ബിസിനസ് തന്നെയാണ്. ഇതും ബിസിനസ് തന്നെയാണ്. സോ ഈ നഷ്ടത്തിൻ്റെ കണക്ക് പറയുമ്പോൾ നമ്മൾ അയ്യോ അഭിക്കിന് നഷ്ടമാണ് എന്ന് പറഞ്ഞ് അങ്ങനെ ഇരിക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ മറ്റു ക്ലബ്ബുകളെ നോക്കണം. ഇന്ത്യയിൽ ലാഭം ഉണ്ടാക്കുന്ന ISL ക്ലബ്ബുകളൊക്കെ ഉണ്ട്, നഷ്ടം കുറവുണ്ടാക്കുന്ന ISL ക്ലബ്ബുകളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മുടെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൻ്റെ കാര്യം പറയാൻ അങ്ങനെയൊന്നുമില്ല. നഷ്ടം എല്ലാവർക്കും ഉണ്ട്. പക്ഷേ ബ്ലാസ്റ്റേഴ്സിൻ്റെ നഷ്ടത്തിനായി അഭിഗ് ഇങ്ങനെ നമ്മളുടെ ഒരു സംഭവത്തിന് വേണ്ടി ജൈജാൻറ്റിക്കായിട്ട് പറയേണ്ട കാര്യമൊന്നുമല്ല. അപ്പം ഫൈനാൻഷ്യൽ ലോസ് ഉണ്ട്. ഇറ്റ്സ് പാർട്ട് ഓഫ് ദി ഡേ, പാർട്ട് ഓഫ് ദി ഗെയിം. ദാറ്റ്സ് ഇറ്റ്.